ഒരാൾ സീബ്ര ലൈനിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ മാർഗം കളി കളിച്ചിട്ടേ അപ്പുറത്തോട്ട് കിടക്കാൻ പറ്റത്തുള്ളൂ. സ്ട്രീറ്റ് ലൈറ്റും ഇല്ല, ബ്രേക്ക് ലൈറ്റും ഇല്ല. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അഗ്ബോണ്ട്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, അപ്പോൾ കേരളത്തിൽ ഒരുപാട് ആക്സിഡൻസ് ആണ് നടക്കുന്നത്. ആക്സിഡൻസ് മാത്രമല്ല, ആക്സിഡൻസിലൂടെ ഒരുപാട് മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ആലപ്പുഴ കള്ളർകോട് നടന്ന പയ്യന്മാരുടെ ആക്സിഡൻറ്റ്, അതുപോലെ ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന പാലക്കാട് കുട്ടികളുടെ മേത്തൂടെ ലോറി പറഞ്ഞിട്ടുണ്ടായ അപകടം. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ആക്സിഡൻസ് ആണ് ഡെയിലി നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെയുള്ള ആക്സിഡൻസ് നടക്കാനായിട്ട് നമ്മളും ചിലപ്പോഴെങ്കിലൊക്കെ ഉത്തരവാദികളാവാറുണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിലെ റോഡുകളിലേക്ക് ഇറങ്ങിയാൽ കണ്ടുവരുന്ന കുറച്ച് പ്രതിഭാസങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം. ഈ പ്രതിഭാസങ്ങൾ നിങ്ങളും പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ കാണുന്നതായിരിക്കും. കേരളത്തിലെ 90% ആൾക്കാരും പാലിക്കാത്തൊരു നിയമമാണ് ഈ ലൈൻ റൂൾസ് എന്ന് പറയുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ കറക്റ്റ് ലൈൻ റൂൾസൊക്കെ പാലിച്ചാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ മാക്സിമം അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റുമെന്നാണ്. ലൈൻ റൂൾസ് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്നില്ല. ഇപ്പോൾ ഈ ലൈൻ റൂൾ എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യണമെന്ന് ഞാൻ സിമ്പിളായിട്ട് ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ലോറി ഓവർടേക്ക് ചെയ്ത് പോകുന്നില്ലേ, ഇവിടെ ഓവർടേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു റൈറ്റും ഇല്ല. കാരണം ഇവിടെ 2 ലൈൻ വരച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഇതാണ് ഈ ലൈൻ ബ്രേക്ക് ചെയ്ത് നിയമം ലംഘിക്കുക എന്ന് പറയുന്നത്. അടുത്തതായിട്ട് കണ്ടുവരുന്ന ഒരു മെയിനായിട്ടുള്ള സംഭവമാണ് ഓവർടേക്കിംഗ് എന്ന് പറയുന്നത്. സാധാ ഓവർടേക്ക് ചെയ്യുന്നത് പോലെയല്ല വളവുകളിൽ ഓവർടേക്കുന്നത്. മിക്കുള്ള വാഹനങ്ങളും നമ്മൾ കാണുന്നത്, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്നതാണ് വളവുകളിൽ ഓവർടേക്ക് ചെയ്ത് വന്ന് കയറുന്നത്. അത് മെയിനായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ KSRTC വണ്ടികളാണ്. ഇപ്പോൾ അവിടെ നിന്ന് ഒരു കാർ കയറി വരുന്നുണ്ടല്ലേ, ഇത് തന്നെയാണ് സംഭവം. അപകടമായിട്ടുള്ള രീതിയിലുള്ള ഓവർടേക്കിംഗ് ആണ്. മിക്കപ്പോഴും നമ്മൾ തലനാരിഴയ്ക്കാണ് നമ്മൾ രക്ഷപ്പെട്ട് പോകണമെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. എനിക്കിങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മെയിൻലി എൻ്റെ മുന്നിൽ വന്ന് വിട്ടിട്ടുള്ളത് KSRTC ആണ്. KSRTC അതുപോലുള്ള ബസ് കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഈ വലിയ വളവുകളിൽ ഓവർടേക്ക് ചെയ്തു വരുന്നത്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കത്തില്ല ഇങ്ങനൊരു വളവിൽ ഇത്രയും വലിയൊരു വണ്ടി കയറി വരുന്നുണ്ടെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കത്തില്ല. മിക്കുള്ള ആൾക്കാരും എന്തൊക്കെയോ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടു പോകുന്നത്. ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നതിൻ്റെ കാര്യവും ഇതുപോലുള്ള വളവുകളിലുള്ള ഓവർടേക്കിംഗ് ആണ്. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഓവർടേക്ക് ചെയ്യരുതെന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉറപ്പായിട്ടും ഓവർടേക്ക് ചെയ്തിരിക്കും. ഇപ്പോൾ ഒരു സ്ഥലത്ത് സ്പീഡ് ലിമിറ്റ് ബോർഡ് വെച്ചേക്കുകയാണ്, 30 കിലോമീറ്റർ സ്പീഡിലേ പോകാൻ പാടുള്ളൂ. പക്ഷേ അവിടെ നമ്മുടെ മീറ്റർ കൺസോൾ നോക്കിയാൽ 60 കിലോമീറ്ററിലായിരിക്കും നിൽക്കുന്നത്. അതാണ് നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് റോഡ് ഉള്ളതെങ്കിൽ, മുന്നിലൊരു വണ്ടി, നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലൊരു വണ്ടി ഇല്ലെങ്കിൽ നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നതിൽ ഒരു പ്രോബ്ലം ഇല്ല. നമുക്ക് ധൈര്യമായിട്ട് ഓവർടേക്ക് ചെയ്യാം. അതുപോലെ ഈ ചെറിയ സ്പേസിലേക്കൂടെയുള്ള ഓവർടേക്കിങ് നമ്മുടെ കൂട്ടുകാരൊക്കെ പോകുന്നത് കാണാം. ചെറിയ ഗ്യാപ്പിൽ ഓവർടേക്ക് ചെയ്ത് പോകുന്ന പരിപാടികളൊക്കെ അവരുടെ മനസ്സിൽ അവർ പ്രോ റൈഡറായിരിക്കും അല്ലെങ്കിൽ പ്രോ ഡ്രൈവറായിരിക്കും. കാണുന്നവർക്കറിയാം കാണിക്കുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. അടുത്തതായിട്ട് കണ്ടുവരുന്നൊരു പ്രതിഭാസമാണ് ഇൻഡിക്കേറ്റർ ഇടാതെ തിരിയുന്നത്, ടേണിങ്. മെയിനായിട്ട് ഓട്ടോക്കാർ ചേട്ടന്മാരിലാണ് ഇത് കാണുന്നതെന്നാണ് പറയുന്നത്. പല പ്രാവശ്യം എനിക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ പോകുമായിരിക്കും, പെട്ടെന്നായിരിക്കും ഫ്രണ്ടിലുള്ള വണ്ടി ഇൻഡിക്കേറ്റർ ഇടാതെ ടേൺ ചെയ്ത് പോകുന്നത്. ചില ടീമുകളുണ്ട് റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് ലെഫ്റ്റിലോട്ട് പോകും, ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് റൈറ്റിലോട്ട് പോകും. അങ്ങനത്തെ ടീമുകൾ നമ്മുടെ നാട്ടിലുണ്ട്. നേരത്തെ നമ്മൾ KSRTCയുടെ കാര്യം പറഞ്ഞായിരുന്നു. KSRTCയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ള സംഭവമാണ് അതിൻ്റെ ബ്രേക്ക് ലൈറ്റ് ആൻഡ് ഇൻഡിക്കേറ്റർ. ബ്രേക്ക് ലൈറ്റും അതുപോലെ ഇൻഡിക്കേറ്ററും മിക്കുള്ള KSRTC ബസ്സുകളിലും വർക്കിംഗ് ആയിരിക്കത്തില്ല. രാത്രി കാലങ്ങളിലൊക്കെ KSRTCയിലെ ബസ്സിൻ്റെ വേഗത്തിൽ പോകുന്നവരൊക്കെ സൂക്ഷിച്ച് പോകുക. ചിലപ്പോൾ ഇടിച്ച് നെഞ്ചത്തോട്ട് കയറിയതിന് ശേഷമായിരിക്കും ബ്രേക്ക് പിടിച്ചത് നമുക്ക് അറിയാൻ പറ്റുന്നത്. കാരണം സ്ട്രീറ്റ് ലൈറ്റും ഇല്ല, ബ്രേക്ക് ലൈറ്റും ഇല്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ കേരളത്തിൽ മിക്കുള്ള റോഡുകളിൽ സ്ട്രീറ്റ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. മിക്കുള്ളതും വർക്കിംഗ് കണ്ടീഷൻ അല്ല. സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് രാത്രി കാലങ്ങളിൽ വാഹനം ഓടിക്കുന്നവർക്ക് ഭയങ്കര ഉപകാരപ്രദമാണ്. നമ്മുടെ കേരളം അല്ലെങ്കിൽ നമ്മളെ ഇന്ത്യ മാറ്റി നിർത്തിയിട്ട് UAE പോലുള്ള രാജ്യങ്ങളിലെ ഡ്രൈവിംഗ് സംസ്കാരം നമ്മൾ നോക്കിയാൽ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് സംസ്കാരമാണ് അവിടെ ഉള്ളത്. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ മിക്കുള്ള വണ്ടികളുടെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് കീപ് ഡിസ്റ്റൻസ് എന്നുള്ളത്. പക്ഷേ നമ്മൾ ഒരിക്കലും അത് പാലിച്ച് ഓടിക്കാൻ പാടില്ല. നമ്മൾ ഇച്ചിരി ഡിസ്റ്റൻസ് ഇട്ട് ഓടിക്കും, പക്ഷേ തൊട്ട് പുറകെ കുത്തിക്കയറ്റാനായിട്ട് ആൾക്കാർ വരിയായിട്ട് നിൽക്കുകയാണ്. ഒരു കടുകുമണി പോലും സ്ഥലം തരത്തില്ല. അവർ കൊണ്ട് കുത്തിക്കയറ്റിയിട്ടുള്ള ഹോണടിയാണ്. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ഡ്രൈവിംഗ് സ്കിൽസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് സ്കൂളിൻ്റെ കേസ് എടുക്കാം, സ്കൂൾ സോണിൻ്റെ കേസ് എടുക്കാം. ഇപ്പോൾ സ്കൂൾ സോണിൻ്റെ പരിസരത്താണെങ്കിൽ സ്പീഡ് ലിമിറ്റും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ടതിന് ശേഷം 2 ഗിയർ ഡൗൺ ചെയ്ത് ആർക്കോ വായുഗുളിക അടിയാൻ പോകുന്ന ടീമുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. നമ്മുടെ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകളില്ലേ, അവിടെ കണ്ടുവരുന്ന കുറച്ച് പ്രതിഭാസങ്ങളാണ് അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്. നമ്മളിപ്പോൾ റെഡ് സിഗ്നൽ കണ്ടിട്ട് വണ്ടി നിർത്തിയെന്ന് വിചാരിച്ചു, ഗ്രീൻ വീഴുന്നതിന് തൊട്ട് മുന്നേ പുറകെ നിന്നുള്ള ഹോണടി തുടങ്ങും. ഹോണടി എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ഹോണടി ആയിരിക്കും. എന്തിനാണ് ഹോൺ അടിക്കുന്നതെന്ന് അവർക്ക് പോലും അറിയത്തില്ല. ഇപ്പോൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ജസ്റ്റ് വണ്ടി ഒന്ന് ഓഫായെന്ന് വിചാരിച്ചു സിഗ്നലിൽ വെച്ച്, പിന്നെ നീട്ടിയുള്ള ഹോണടി ആയിരിക്കും. ഒരു ഹോണടിയും ചീത്തവിളിയായിരിക്കും പിന്നെ ഇവിടെ നടക്കുന്നത്. ഇതൊക്കെ പിന്നെയും സഹിക്കാം. ഇതെല്ലാം കഴിഞ്ഞ് നമ്മളെ ഓവർടേക്ക് ചെയ്തു പോകുന്ന അണ്ടന്മാരുടെ ഒരു നോട്ടമുണ്ട്. നമ്മളെന്തോ അപരാധം ചെയ്ത രീതിയിലാണ് അവരെ നോട്ടം കണ്ടാൽ. നമുക്ക് സിഗ്നലിരിക്കുമ്പോഴറിയാം എല്ലാ മിക്കുള്ള സ്ഥലങ്ങളിലും ഫ്രീ ലെഫ്റ്റാണ് വരുന്നത്. ലെഫ്റ്റിലോട്ട് പോകാനുള്ള വാഹനങ്ങൾക്ക് അവിടെ സിഗ്നലിൽ നിർത്തേണ്ട ആവശ്യമില്ല. അവർക്ക് നൈസിന് ലെഫ്റ്റിലോട്ട് പോയാൽ മതി. പക്ഷേ നമ്മുടെ ആൾക്കാർ കാണിക്കുന്നത് എന്താണ്, സ്ട്രൈറ്റ് പോകാനുള്ളവരായാലും റൈറ്റ് പിടിച്ച് പോകാനുള്ളവരായാലും ലെഫ്റ്റിലേക്ക് കയറ്റി നിർത്തി ബാക്കിയുള്ളവർ കൂടി തടസ്സം ഉണ്ടാക്കും. പിന്നെ അപകടം ഉണ്ടാക്കുന്ന മറ്റൊരു കാര്യമാണ് ഓവർലോഡ് എന്ന് പറയുന്നത്. ഒരുപാട് വാഹനങ്ങളാണ് ഓവർലോഡ് കയറ്റി പോയിട്ട് അപകടങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളെ ഉദ്യോഗസ്ഥന്മാർ കാണുന്നില്ല എന്ന് ചോദിച്ചാൽ പൈസ ഉള്ളവർക്ക് എന്തും ആവാം,
പൈസ എവിടെ ഇറക്കുന്നോ അവിടെ എന്ത് നടക്കും, അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അതുപോലെയാണ് രാത്രി കാലങ്ങളിലുള്ള അപകടങ്ങൾ. മെയിനായിട്ട് ഉറക്കം വന്നിട്ടുള്ള അപകടങ്ങളാണ്. മാക്സിമം നിങ്ങൾ വണ്ടിയൊക്കെ ഓടിക്കുമ്പോഴത്തേക്കും ഉറക്കം വരുമ്പോൾ സൈഡിൽ വണ്ടി നിർത്തി ഉറങ്ങിയിട്ട് ഓടിക്കാൻ ശ്രമിക്കുക. രാത്രി കാലങ്ങളിൽ ഇറങ്ങുന്ന ചില മഹാന്മാരുണ്ട്, ഡിമ്മും ബ്രൈറ്റും അടിക്കാൻ അറിയത്തില്ല അവർക്ക്. നമ്മൾ ഡിമ്മടിച്ച് കൊടുത്താലും അവർ ബ്രൈറ്റ് അടിച്ച് നമ്മുടെ കണ്ണിലേക്ക് തള്ളി വെച്ചുകൊണ്ടിരിക്കും. സ്വാഭാവികമായിട്ട് അങ്ങനെ അടിക്കുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് നമുക്ക് കണ്ണ് കാണാൻ പറ്റത്തില്ല, ആക്സിഡൻറ്റ് ഉണ്ടാവും. മഴ സീസണിലാണ് നമുക്കത് ഏറ്റവും കൂടുതൽ ഡേഞ്ചറായിട്ട് വരുന്നത്. ഒരുപാട് റിയർ വ്യൂ മിറേഴ്സ് ഇല്ലാത്ത വണ്ടികൾ റോഡുകളിൽ ഓടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമ്മൾ മെയിനായിട്ട് നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കുകയുള്ളതെന്ന് വെച്ചാൽ, അത് കാറായിക്കോട്ടെ, ബൈക്കായിക്കോട്ടെ, ബാക്കി എന്ത് വാഹനം ആയിക്കോട്ടെ, രണ്ട് മിററും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പുറകെ നിന്നുള്ള വണ്ടികൾ വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന ഉറപ്പ് വരുത്തിയിട്ട് മാത്രം വണ്ടി എടുക്കുക. ഇതുപോലുള്ള വലിയ വലിയ ലോറികളിലെ ഡ്രൈവർമാരെ ഞാൻ മിക്കപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. മിക്കുള്ള ആൾക്കാരും പലപ്പോഴും മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ റീസെൻ്റ്ലി പാലക്കാട് നടന്ന ആക്സിഡൻറ്റും മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടാണ് അപകടം ഉണ്ടായതെന്നാണ് ഇപ്പോൾ പറയുന്നത്, ന്യൂസിലൊക്കെ പറയുന്നത്. റോഡുകളിൽ നമ്മൾ മിക്കപ്പോഴും കാണുന്ന ഒരു കോമഡി പരിപാടിയാണ് റോഡ് ക്രോസ് ചെയ്ത് നിൽക്കുന്നത്. ഒരാൾ സീബ്ര ലൈനിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ മാർഗ്ഗം കളി കളിച്ചിട്ടേ അപ്പുറത്തോട്ട് കിടക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ഇവിടുത്തെ സംവിധാനങ്ങൾ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് പെറ്റി കൊടുക്കാനുള്ളത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ക്യാമറ വെച്ചിട്ട് സീബ്ര ലൈനിൽ ആരെങ്കിലും ക്രോസ് ചെയ്യാൻ നിന്നിട്ട് വണ്ടി നിർത്തി കൊടുത്തില്ലെങ്കിൽ അവർക്ക് പെറ്റി അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഈ ലൈൻ റൂൾസ് തെറ്റിക്കുന്നവർക്ക് പെറ്റി അടിച്ചു കൊടുക്കുക. അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെയാണ് നമ്മുടെ നാട്ടിലിപ്പോൾ കൊണ്ടുവരാനുള്ളത്. ഞാൻ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങളെപ്പറ്റി പറഞ്ഞതേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഇത് കുറച്ചേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇതൊക്കെയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.